സംസ്ഥാനത്തെ വനം വികസന ഓഫീസുകളിലുള്ള അല്ലെങ്കിൽ ഇക്കോ ടൂറിസം കേന്ദ്രങ്ങളിൽ ഉള്ള വിജിലൻസിൻ്റെ പരിശോധന അത് വളരെ മിന്നൽ പരിശോധനയായിരുന്നു. വേറൊന്നുമല്ല, നമ്മളൊക്കെ സാധാരണഗതിയിൽ അവിടെ ചെല്ലുമ്പോൾ ഒരു ടിക്കറ്റ് എടുക്കാറുണ്ടല്ലോ. ആ ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ റേറ്റിൽ പോലും, ആ പിരിക്കുന്ന തുകയിൽ പോലും വലിയ ക്രമക്കേടുണ്ട് എന്നുള്ള പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരിശോധന നടന്നത്. പരിശോധനയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഏതായാലും പൂർത്തിയായിട്ടുണ്ടാവും. ആനന്ദകൃഷ്ണൻ ആ വിവരങ്ങൾ നമ്മോട് തരും. ആനന്ദൻ, ഈ പരിശോധനയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ടോ? ലാൽകൃഷ്ണൻ, സംസ്ഥാനത്തെ വനം വകുപ്പിന്റെ കീഴിലുള്ള ഓഫീസുകളിലാണ് ഇന്ന് വിജിലൻസിന്റെ പരിശോധന നടക്കുന്നത്. 36 ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന വനം വികസന ഏജൻസികളിലും തെരഞ്ഞെടുത്ത 38 ഇക്കോ ടൂറിസം സെന്ററുകളിലുമാണ് വിജിലൻസിന്റെ മിന്നൽ പരിശോധന. രാവിലെ 11 മണി മുതൽ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. ഓപ്പറേഷൻ ജംഗിൾ സഫാരി എന്നാണ് ഈ പരിശോധനയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ വനംവകുപ്പ് ുമായി ബന്ധപ്പെട്ട് ചില ആരോപണങ്ങളും ചില അഴിമതി സംബന്ധിച്ചുള്ള വിവരങ്ങളും വിജിലൻസിന് ലഭിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ ഇക്കോ ഡെവലപ്മെന്റ് വനം സംരക്ഷണ സമിതികൾ ഈ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി നടത്തുന്ന മേഖലകളിൽ വരുന്ന സഞ്ചാരികളുടെ പക്കൽ നിന്ന് പിരിക്കുന്ന പണം അത് തട്ടിയെടുക്കുന്നു എന്നുള്ള ഒരു വിവരം വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ വനം വകുപ്പുകളുമായി ബന്ധപ്പെട്ട ഓഫീസുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ക്യാന്റീനിന്റെ ലാഭവിഹിതം തട്ടിയെടുക്കുന്നു, ഉദ്യോഗസ്ഥർ തട്ടിയെടുക്കുന്നു എന്നുള്ള ഒരു വിവരം വിജിലൻസിനുണ്ട്. അതിനൊപ്പം തന്നെ DFOയ്ക്ക് അനുവദിക്കുന്ന ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതിയായി അനുവദിക്കുന്ന ചില ഫണ്ടുകൾ, അത് ഈ സംരക്ഷണ വേലികെട്ടൽ, വഴി തെളിക്കൽ, ഫയർലൈൻ തെളിക്കൽ, റോഡ് വർക്കുകൾ, അങ്ങനെയുള്ള ഫണ്ടുകൾ ഈ ഉദ്യോഗസ്ഥർ തട്ടിയെടുക്കുന്നു എന്നുള്ള വിവരവും വിജിലൻസിന് ലഭിച്ചിരുന്നു. ഈ കാര്യങ്ങൾ പരിശോധിക്കാനാണ് ഇന്ന് വിജിലൻസിന്റെ മിന്നൽ പരിശോധന നടക്കുന്നത്. ആ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. അതിനൊപ്പം തന്നെ ഈ ഇക്കോ ടൂറിസം പ്രദേശങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സഞ്ചാരികളിൽ നിന്ന് സാധാരണഗതിയിൽ പറയുന്നതനുസരിച്ച് ഇപ്പോഴും മിന്നൽ പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്.